എന്താണ് ഈ ഇന്റർസെപ്റ്റർ ഡ്രോണ്? അതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണകാരികളായിട്ടുള്ള മറ്റു ഡ്രോണുകളെ ഇന്ത്യ എങ്ങനെയാണ് തകർക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അറിയേണ്ടത്. ഇന്ത്യ ഡ്രോൺ പ്രതിരോധ സംവിധാനം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർമിയിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗം, അതായത് ഡ്രോണുകൾ കൈകാര്യം ചെയ്യുന്ന ആർമിയുടെ ഒരു വിങ് ഇപ്പൊ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തു വന്നിട്ടില്ല. പക്ഷെ എന്തായാലും നമുക്ക് ലളിതമായിട്ട് പറയുമ്പോൾ ആർമിയുടെ ഒരു വിഭാഗം അവര് ഡ്രോൺ ആക്രമണത്തിനുള്ള ഡ്രോണുകൾ അവരുടെ കൈവശം ഉണ്ടാവും, പ്രതിരോധത്തിനുള്ളതുണ്ടാവും. അങ്ങനെ പ്രതിരോധത്തിനുള്ള തന്നെ പല സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്റർസെപ്റ്റർ ഡ്രോൺസ് എന്ന് പറയുന്നത്. ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. അങ്ങനെ തടയുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് തന്നെ തടയുക. അതായത് ഇപ്പം യുദ്ധവിമാനങ്ങളെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന യുദ്ധവിമാനങ്ങളെ എങ്ങനെയാണ് നമ്മുടെ യുദ്ധവിമാനങ്ങൾ തോൽപ്പിച്ചോടിക്കുന്നത്, അല്ലെ അവയെ ആക്രമിച്ച് നശിപ്പിക്കുന്നത്, അതേ രീതിയിൽ ഈ ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ ആക്രമിക്കാനായിട്ട് വരുന്ന പാകിസ്ഥാന്റെയോ ചൈനയുടെയോ ഡ്രോണുകളെ അത് ആകാശത്തിൽ വെച്ച് തന്നെ പ്രതിരോധിക്കും. ആ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ മറ്റു ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളായ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോണുകളെ നശിപ്പിക്കാനുള്ള ലേസർ ആയുധങ്ങൾ, അതുപോലെ തന്നെ റൈഫിളുകൾ മാറ്റിയെടുത്ത രൂപാന്തരീകരണം വരുത്തിയ റൈഫിളുകൾ, പിന്നെ അതുപോലെ തന്നെ ചെറിയ മിസൈലുകൾ, അതായത് ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന ഒരു മിസൈൽ സോളാർ ഇൻഡസ്ട്രീസ് ആണ് അത് വികസിപ്പിച്ചത്. അങ്ങനെ പല സമാന്തരമായിട്ട് പലതരത്തിലുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ സൈന്യം രൂപപ്പെടുത്തുകയും അതൊക്കെ തന്നെ അതിർത്തികളിലെല്ലാം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. സൈന്യത്തിന്റെ ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ ഈ ഡ്രോൺ യുദ്ധത്തിനായിട്ട് ഇപ്പോൾ രൂപം കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംവിധാനമാണ് ഇന്റർസെപ്റ്റർ ഡ്രോൺ. ഇന്റർസെപ്റ്റർ ഡ്രോൺ പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ നമ്മുടെ അതിർത്തി കടന്നു വരുന്ന മറ്റു രാജ്യങ്ങളുടെ ഡ്രോണുകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുന്നു. താഴെ ഇത് റഡാറുകൾ ഉപയോഗിച്ച് ഇവയെ ലൊക്കേറ്റ് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇന്റർസെപ്റ്റർ അല്ലെ ഡ്രോൺ ഡിഫൻസ് സംവിധാനത്തേക്ക് ഇതിന്റെ സന്ദേശം പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദേശം കിട്ടിയാലുടൻ അവിടെ നിന്നും ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ കുതിച്ചുയരുകയാണ്. അവ പെട്ടെന്ന് ചെന്നിട്ട് ഈ കടന്നു വരുന്ന ഡ്രോണുകൾ ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മീഡിയം ആൾട്ടിറ്റ്യൂഡ്, ലോങ് എൻഡുറൻസ്, മെയിൽ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഡ്രോണുകളുണ്ട്. സൂയിസൈഡ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ, അതായത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ഇടിച്ചിറങ്ങി സ്വയം തകരുകയും ലക്ഷ്യത്തെ തകർക്കുകയും ചെയ്യുന്ന ഡ്രോണുകളുണ്ട്. അതുകൂടാതെ സ്വാം ഡ്രോൺസ് എന്ന് പറഞ്ഞ ഒരു തേനീച്ചക്കൂട്ടം പോലെ വന്നിട്ട് ആക്രമിച്ച് ലക്ഷ്യസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഡ്രോണുകളുണ്ട്. ഇത്തരം എല്ലാത്തരം ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ ഈ ഇന്റർസെപ്റ്റർ ഡ്രോണിന് പല സംവിധാനങ്ങൾ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇതിനുള്ളിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമുണ്ട്. ആ അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ചെറിയ ഡ്രോണുകളൊക്കെ ആണെങ്കിൽ അവയ്ക്ക് നേരെ നമ്മൾ വല വീശുമല്ലോ, ഒരു മീനെ കാണുമ്പോൾ നമ്മൾ വല വീശുന്ന പോലെ ഈ ഡ്രോണിൽ നിന്നും ഒരു വല ചെന്നിട്ട് ഈ ആക്രമണകാരിയായ അല്ലെങ്കിൽ നിരീക്ഷണത്തിന് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഡ്രോണിന്റെ മേൽ ഈ വല ചെന്ന് വീഴുകയാണ്. അങ്ങനെ വല വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പല്ലറുകളൊക്കെ തകരാറിലാവും. അതോടുകൂടി അത് ഫിസിക്കലി തകർന്ന് താഴെ വീഴും. അങ്ങനെ ഒരു ശേഷി ഇതിനുണ്ട്. രണ്ടാമത്തെ ഇതിന്റെ ശേഷി, ഇത് ഇലക്ട്രോണിക് ജാമിങ് നടത്താനുള്ള സംവിധാനങ്ങൾ ഈ ഇന്റർസെപ്റ്റർ ഡ്രോണിലുണ്ട്. അതായത് താഴെയുള്ള കമാൻഡ് സെന്ററിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഇവ ശത്രു ഡ്രോണിന്റെ സിഗ്നലുകളെക്കാൾ ശക്തമായ സിഗ്നലുകൾ ഇത് പുറപ്പെടുവിക്കുകയും അങ്ങനെ ആക്രമണകാരിയായ ഡ്രോണുകളുടെ സിഗ്നൽ സംവിധാനത്തെ തകർത്തിട്ട് സ്പൂഫിങ് നടക്കുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളൊക്കെ തന്നെ, അതായത് സാറ്റലൈറ്റിൽ നിന്നും സിഗ്നലുകൾ സ്വീകരിച്ചാണ് വലിയ ഡ്രോണുകളൊക്കെ വരുന്നത്.
ചെറിയ ഡ്രോണുകൾക്ക് അങ്ങനെ ആവശ്യമില്ല. മറ്റേ ഇപ്പോൾ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോണൊക്കെ അത് സാറ്റലൈറ്റ് വഴി ഗൈഡൻസ്, ഇപ്പോൾ GPS-ൻ്റെയോ അതുപോലുള്ള ഗൈഡൻസിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഗൈഡൻസ് സാറ്റലൈറ്റ് വഴി ലിങ്ക് ചെയ്തിരിക്കുന്ന ഡ്രോണുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞ ഈ സ്പൂഫിങ്ങും ജാമിങ്ങും ഒക്കെ നടത്തുന്നത്. അല്ലാത്തവയ്ക്ക് നേരെ ആദ്യം പറഞ്ഞ ഈ വല എറിയുന്ന, അതായത് പ്രത്യേകിച്ച് സ്വാം ഡ്രോണുകളാണെങ്കിൽ അവയ്ക്ക് നേരെ ഈ പറയുന്ന ഒരു അവയുടെ അടുത്തെത്തിയിട്ട് ഒരു വല എറിയുമ്പോൾ ഈ വലയിൽ കുരുങ്ങിയിട്ട് അതിൻ്റെ പ്രൊപ്പല്ലറുകൾ തകർന്ന് അത് താഴെ വീഴും. അപ്പൊ അവിടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കാതെ, അതായത് താഴെ വീണാൽ ഇതിന്റെ ചീളുകളും മറ്റ് ഭാഗങ്ങളും വന്നിടിച്ച് താഴെയുള്ള എന്തെങ്കിലും വസ്തുവകകൾക്കോ ജീവജാലങ്ങൾക്കോ നാശനഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ ഡ്രോണുകളെ നശിപ്പിക്കാൻ ഈ വല ഉപയോഗിക്കുന്നതിൽ നിന്നും പറ്റും. ഇനി മറ്റൊരു സംവിധാനം, ഇതിൽ ഗണ്ണുകൾ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെടിയുണ്ടകൾ പായിച്ച് പുറമേ നിന്ന് വരുന്ന ഡ്രോണുകളുടെ നേർക്ക് വെടിയുണ്ടകൾ പായിച്ചിട്ട് ആ വെടിയുണ്ടകൾ കൊണ്ട് ഫിസിക്കലി വരുന്ന ഇൻട്രൂഡർ ഡ്രോണിനെ തകർക്കുന്ന ഒരു സംവിധാനം. അത് ഫിസിക്കൽ അറ്റാക്കാണ്. അപ്പം ഈ പറയുന്ന ഇനി ഇതൊന്നുമല്ലാതെ ഈ രീതിയിൽ ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഈ ഇന്റർസെപ്റ്റർ ഡ്രോൺ നേരെ പോയിട്ട് ഈ കയറി വരുന്ന ഡ്രോണിനെ ഇടിച്ചു തകർക്കും. ചിലപ്പോൾ ഈ ഇന്റർസെപ്റ്റർ ഡ്രോണും തകർന്നു പോയെന്നിരിക്കാം. പക്ഷേ എങ്കിലും ആ ഒരു ലക്ഷ്യസ്ഥാനത്തെ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു ന്യൂക്ലിയർ വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിന് നേരെ ഒരു ഡ്രോൺ ആക്രമണം നടക്കും. അപ്പോൾ ആ ഡ്രോണ് പല രീതിയിൽ നമുക്ക് ഉപയോഗിച്ചിട്ടും തടയാൻ പറ്റിയില്ല. അതായത് നെറ്റ് വഴിയോ ഇലക്ട്രോണിക് ജാമിംഗ് വഴിയോ സ്പൂഫിംഗ് വഴിയോ ഒന്നും തടയാൻ പറ്റുന്നില്ല. ഒരു ഡ്രോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് കുറവുള്ള ഒരു സാധനമാണ്. അത് വന്നൊരു ന്യൂക്ലിയർ പവർ സെന്ററിന്റെ ഒരു മർമ്മപ്രധാനമായ സ്ഥാനത്ത് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിച്ചാലോ? അപ്പോൾ എല്ലാ മാർഗങ്ങളും അടയുമ്പോൾ ഈ ഇന്റർസെപ്റ്റർ ഡ്രോൺ നേരെ ചെന്നിട്ട് ആ ഇൻട്രൂഡർ ഡ്രോണിനെ നേരിട്ടങ്ങ് ഇടിക്കുകയാണ്. ഇടിച്ചു കഴിയുമ്പം ഈ വരുന്ന ഡ്രോൺ തകരുന്നു. ഇതിന് ചില തകർച്ച ഉണ്ടാവും, ഒരുപക്ഷെ ഇത് തകർന്ന് താഴെ വരും. എന്തായാലും ശരി, വലിയൊരു തകർച്ച ഒഴിവാക്കും. ചെറിയൊരു പ്രതിസന്ധി. അങ്ങനെ നിരവധി ഈ തലങ്ങളിലുള്ള ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഇപ്പോൾ രൂപീകരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരു പ്രധാന റോള് ഈ ഇന്റർസെപ്റ്റർ ഡ്രോണിനുണ്ടാകും. അതായത് നമ്മൾ പറയുന്ന മൾട്ടി ലെയേർഡ് ഡ്രോൺ പ്രതിരോധം എന്നാണ്. ഈ തുർക്കി ഈ അടുത്ത കാലത്ത് ഒരു കാര്യം സമ്മതിച്ചു. അതായത് എന്തുകൊണ്ട് അവരുടെ ഡ്രോണുകൾ ഇന്ത്യയിൽ തകർന്നു എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞത്, പാകിസ്ഥാന് അവരുടെ ഡ്രോണുകൾ ഉപയോഗിക്കേണ്ട മാർഗങ്ങളും പരിമിതികളും സാധ്യതകളും ഒന്നും തന്നെ പാകിസ്ഥാൻ അറിഞ്ഞുകൂടായിരുന്നു. ഇന്ത്യ പോലെ പല തലങ്ങളിലുള്ള ഡ്രോൺ പ്രതിരോധമുള്ള ഒരു രാഷ്ട്രത്തിന് മേൽ ഡ്രോൺ ആക്രമണം പ്രായോഗികമല്ല. ഇന്ത്യക്ക് നമ്മൾ നേരത്തെ തന്നെ അത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ S-400 ഉപയോഗിച്ച് ഒരു 600 കിലോമീറ്റർ വരെ അകലെ വെച്ച് തന്നെ ഈ നുഴഞ്ഞു കയറി വരുന്ന ഡ്രോണുകളാവട്ടെ, അതല്ലെങ്കിൽ വിമാനങ്ങളാവട്ടെ, മിസൈലുകളാവട്ടെ, അതിനെയൊക്കെ തകർക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ പ്രതിരോധ ലെയർ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി വരുമ്പം ബറാക്ക് 8 അതൊരു 400 കിലോമീറ്റർ പരിധിയിൽ വെച്ച് ബറാക്കിന്റെ മിസൈലുകൾ. കുറച്ചുകൂടെ താഴേക്ക് വന്നാൽ ലോങ് റേഞ്ച് ആയിട്ടുള്ള മറ്റ് മിസൈലുകളുണ്ട്. അത് കഴിഞ്ഞാൽ 80 കിലോമീറ്റർ വരെയുള്ള ദൂരത്ത് ഇന്ത്യയുടെ തന്നെ ആകാശ് മിസൈലുകളുണ്ട്. ഏറ്റവും ഒടുവിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകൾ നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കാൻ ഡ്രോണുകൾക്കെതിരെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതുപോലുള്ള റൈഫിളുകളുണ്ട്, ലേസറുകളുണ്ട്. ലേസറുകൾ തന്നെ 30 കിലോമീറ്റർ അകലെ വെച്ചും ഈ 5 കിലോമീറ്റർ വരെ അകലെ വെച്ച് ആയിട്ടുള്ള പ്രതിരോധ സംവിധാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരെണ്ണത്തിനെ കടത്തിവെട്ടി അകത്ത് കയറിയാൽ മറ്റൊരു സ്ഥലത്ത് അത് തകർക്കപ്പെടും. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചും ഒരു ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം, അതായത് മുന്നോട്ട് ഇരച്ചു കയറുന്ന ഒരു ആർമിക്ക് തൊട്ടു മുമ്പിൽ കുറച്ച് ദൂരത്തേക്ക് മാത്രം ഉള്ള ഒരു പ്രതിരോധ സംവിധാനമായിട്ടേ ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് തുർക്കി പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല തട്ടുകളായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് ഏറ്റവും ഒടുവിലത്തെ ഒരു അഡീഷനാണ് ഞാനീ പറഞ്ഞ ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ. മാത്രമല്ല ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംവിധാനത്തോടു കൂടിയാണ്. ഇത് ഒരു കാരണവശാലും
ഇതിന്റെ ടാർഗറ്റിംഗ് തെറ്റില്ല. കാരണം ലൊക്കേഷനൊക്കെ വളരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AI ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഇത് ഇപ്പോൾ ഇതിന്റെ വികസനം വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. അത് 2026 ഒടുവിൽ തന്നെ ഇത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറും. മീഡിയം ലോ ആൾട്ടിറ്റ്യൂഡ് ഡ്രോണുകൾ, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ സ്വാം ഡ്രോണുകൾ, പിന്നെ അതുപോലെ തന്നെ കാമിക്കാസി എന്ന് പറയുന്ന സൂയിസൈഡ് ഡ്രോണുകൾ, എല്ലാത്തരം ഡ്രോണുകൾക്കും എതിരെ പ്രയോഗിക്കാവുന്ന ഒരു പ്രതിരോധ സംവിധാനമായിട്ടാണ് ഇതിനെ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഈ ഇപ്പോഴുള്ള മൾട്ടി ലെയർ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന് തീർച്ചയായിട്ടും ഇതൊരു മുതൽക്കൂട്ടായിരിക്കും.